എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിനായിട്ട് ഒരു വെള്ളരിക്ക ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തോലുഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. ഇനി കട്ട് ചെയ്ത കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് അരമുറി നാളികേരം ഒന്ന് തിരുമിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ഒരു പച്ചമുളകും 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചു വയ്ക്കാം. ഈ ഒരു സമയത്ത് തന്നെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറി തിളച്ചു പോവാതെ ചെറിയ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തൈര് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കാം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കടുക് ചേർക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് നല്ല വണ്ണം ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കറി മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാനും രുചികരമായിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.